എടുക്കും ഉറപ്പാ? ഓക്കെ, പൊളിക്ക്. അല്ല ഏറ്റവും ടൈറ്റ് ആയിക്കോട്ടെ. ബാക്കിൽ പിടിക്കാൻ പറ്റുമോ? ബമ്പറിന്റെ ബാക്ക് കൂടി പിടിക്കാൻ പറ്റുമോ? ഷോർട്ട് വെക്കേഷൻ കഴിഞ്ഞു. നമ്മൾ തിരിച്ചു വരുന്നേക്കും പിന്നെ വണ്ടികളെല്ലാം പറ്റുന്ന പോലെയൊക്കെ സർവീസ് ചെയ്യാനല്ലേ. നാട്ടിൽ വെക്കേഷൻ ഒന്ന് പോകുമ്പോൾ ലാസ്റ്റ് ഒരു ഏറ്റവും സങ്കടം നമ്മുടെ വീടും വീട്ടുകാരെയും മിസ് ചെയ്യുന്നതും പിന്നെ അതേപോലെ തന്നെ സങ്കടം കേട്ടോ. നമ്മുടെ വണ്ടി നിർത്തി പോകാന്ന് പറയുമ്പോൾ സങ്കടം ഉണ്ടല്ലോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ വാൽപ്പാറയും മലക്കപ്പാറയൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തിയതും പിന്നെ കല്യാണം കൂടിയതും പിന്നെ നമ്മുടെ 2 വീലർ ഡ്രൈവ് ബൊലെറോൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റി അറിയാൻ വേണ്ടിയിട്ട് ഒരു കുന്ന് കയറാൻ പോയതും പിന്നെ അവിടെ പോയപ്പോൾ അവിടെ ഒരു നരിമട എക്സ്പ്ലോർ ചെയ്തതും ആ ഡീറ്റെയിൽസൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. തിരിച്ചു വരുന്നേക്കുമ്പോൾ നമ്മുടെ ജീപ്പും ഫുള്ളായിട്ടൊന്ന് സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ കുളമൊക്കെ വീണക്കുട്ടിക്കൊന്ന് കാണിച്ചു കൊടുത്തു. വീണക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ കുളത്തിൽ വെള്ളം അത്ര ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുളിക്കാൻ നിന്നില്ല കേട്ടോ. വേനൽക്കാലമായിരുന്നല്ലോ. കഴിഞ്ഞ ഏപ്രിലത്തെ വീഡിയോ ആണത്. പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മുടെ 2 വീലർ ഡ്രൈവ് ബൊലെറോൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കുന്നൊന്ന് കയറി നോക്കി. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. 2 വീലർ ഡ്രൈവ് വണ്ടിയായിട്ട് പോലും വണ്ടി സൂപ്പറായിട്ടാണ് പെർഫോം ചെയ്തത്. നമ്മളന്ന് പോയപ്പോൾ ഒരു സ്ലോ സ്പീഡിൽ ഇങ്ങനെ കയറി വരികയായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വണ്ടി കൂളായിട്ടാണ് കയറി പോയത്. ഞാൻ തീരെ പ്രതീക്ഷയില്ല കേട്ടോ 2 വീലർ ഡ്രൈവ് വണ്ടി ഇങ്ങനെ പോകുന്നുള്ളത്. ഞാൻ എന്നിട്ട് എൻ്റെ കസിൻ അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ വണ്ടി റിവേഴ്സ് എടുത്ത് ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് റിവേഴ്സ് എടുത്ത് പിന്നെ രണ്ടാമതൊന്നും കൂടി കയറി. ആദ്യത്തെ കയറ്റം കിടലിനായിരുന്നു. നമുക്കൊന്നും അറിയണ്ട, വണ്ടി അതിൻ്റെ പണിയെല്ലാം ചെയ്തോളും. ബൊലേറോ DI ടർബോ സംതിങ് വെരി സ്പെഷ്യൽ. ഒരു സംശയമില്ല കാര്യത്തിന്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാണെന്ന് അറിയില്ല. ശരിക്കും കുത്തനായിട്ടുള്ളൊരു കയറ്റാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണുമായിരുന്നു അവിടെ. ഞാൻ വണ്ടിയുടെ ആക്സിലേറ്റർ കൂട്ടിയിട്ടൊന്നുമില്ല. ഞാൻ ആ കൊടുത്ത അതേ ലെവലാണ്. നിങ്ങൾക്ക് സൗണ്ടിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പക്ഷേ വണ്ടി തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ആ മൊമെൻറ്റം പിടിച്ച് കറക്റ്റായിട്ട് ഇത് കയറി പോകും. ഞാനും സോജയുടെ കസിൻ ജോഷിയും കൂടിയാണ് അന്ന് കുന്നേറാൻ പോയത്. അടിപൊളി പരിപാടിയായിരുന്നു. അതിൻ്റെ മുകളിലൊരു നരിമടയൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഇരുട്ടായി. പിന്നെ അതിൻ്റെ മുകളിലും കുറേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് നേരം ഓഫ് റോഡൊക്കെ ചെയ്തിട്ട് പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ച് വരുന്നേക്ക് മുന്നേ എങ്ങനെയെങ്കിലും ഒരു ഗ്യാപ്പിൽ ആ നരിമടയും കൂടി കാണണമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പോകുന്നത്. നല്ല രസമായിരുന്നു. വണ്ടി നന്നായി പെർഫോം ചെയ്തു. ശരിക്കും ഇഷ്ടപ്പെട്ടു. നമ്മുടെ വണ്ടി ഇപ്പോൾ 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഞാൻ എന്തായാലും ഒരു 3 ഇഞ്ച് ലിഫ്റ്റും അതേപോലെ തന്നെ ഈ ടയറിനെ അപ്സൈസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. 215 ഇപ്പോൾ ഈ വണ്ടിയുടെ ടയർ ഉള്ളത്. അത് 235 ഇടാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി വണ്ടി ഹൈറ്റ് ആവും. ഇപ്പോൾ എവിടെയും പേടിക്കേണ്ട വളരെ കോൺഫിഡൻ്റിൽ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബൊലെറോയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പൊടിയായിരുന്നു കേട്ടോ വണ്ടിയിൽ. അപ്പോൾ എന്തായാലും വാട്ടർ സർവീസ് കയറ്റിയല്ലേ, അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈവൊക്കെ ചെയ്തിട്ട് അവിടെ നേരെ വണ്ടി ഒന്ന് കഴുകാൻ കൊണ്ടായി. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴേക്ക് വണ്ടിയുടെ ടയർ പഞ്ചറായിട്ടോ. നല്ല 8ൻ്റെ പണിയാണ് കിട്ടിയത്. പഞ്ചറോട്ടിൻ്റെ കട കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. അങ്ങനെ പഞ്ചറൊക്കെ ഒട്ടിച്ചപ്പോഴേക്ക് സർവീസ് സെൻ്ററൊക്കെ അടച്ചു കേട്ടോ. പിന്നെ ഉള്ളത് കൊണ്ട് പേരൊക്കെ എഴുതി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കല്യാണത്തേക്ക് പോവുക ചെയ്ത്. അങ്ങനെ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസത്തെ ഫുഡ് പ്രിപ്പറേഷനാണ് കാണുന്നത്. നല്ല രസമായിരുന്നു. രാവിലെ എണീച്ച വഴിക്ക് തന്നെ വിറകിൽ ചിക്കനും അതേപോലെ ഓരോ കാര്യത്തിലും ഫുഡ് പ്രിപ്പയർ ചെയ്യണം കാണാനായിട്ട് ഭയങ്കര വൈബാണല്ലോ വിറക് കത്തിച്ചിട്ടുള്ളത്. വിറകിൽ ഫുഡിനാണല്ലേ. അപ്പോൾ എന്നെ പോലെ തന്നെ വണ്ടി ഭയങ്കര ക്രേസാണ്. വലിയ വണ്ടി അവന് ഭയങ്കര ഇഷ്ടമാണ്. ടോയ്സ് മാത്രമല്ല. അപ്പോൾ അവനെ കൊണ്ട് വണ്ടി അടുത്തേക്കൊക്കെ ഒന്ന് പോയി പിന്നെ ആളെ വെള്ളത്തിലൊക്കെ ഒന്ന് കളിപ്പിച്ച് സെറ്റാക്കി ഞങ്ങളെല്ലാവരും കൂടി നരിമട കാണാൻ പോയിട്ടോ. ഞാനും അച്ഛനും പിന്നെ ജോഷിയുടെ അനിയൻ ജിഷ്ണു പിന്നെ അനിലും കൂടിയാണോ പോയത്. അത്യാവശ്യം ഓഫ് റോഡ് ചെയ്തിട്ട് തന്നെയാണ് മേലേക്ക് കയറിയത്. അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വണ്ടി ഓടിക്കാനും നല്ലൊരു രസമായിരുന്നു. ലാസ്റ്റ് ഒരു ഡെഡ് എൻഡാണ്. അവിടുന്ന് പിന്നെ താഴത്തേക്ക് പോയിട്ടാണ് ഈ നരിമട ഉണ്ടായിരുന്നത്.
ഇവിടെ നമ്മൾ എൻ്റെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇല്ല. ഇവിടെ ഒരു നരിമട ഉണ്ട് കപ്പടെ ഇവിടെ ഉണ്ട് ഒരു ആലിൻ വണ്ടി പോലല്ലോ. ഇനി ഇവിടെ നമുക്ക് തിരിക്കല്ലാതെ പറഞ്ഞു ഇറങ്ങണം. അവിടെ ഒരു പ്ലാവ് ഉണ്ടാവും അതിന്റെ അടിയിലാണ്. പ്ലാസ്റ്റിക് ബുഷ് എല്ലാം പോയിട്ടുണ്ട്. സെറ്റ് ആണ്. പിന്നെ ബോഡിയുടെ അടിയിൽ ഒരു വെൽഡിങ് എന്തോ പൊട്ടിയില്ല, അതായത് സൗണ്ട് വരുന്നത്. ഇത് രണ്ടും നേരെയാക്കാൻ വേണ്ടി നിനക്ക് ഞാൻ ഇത് അരികൂടിയ പോണ്ടേ? ഇതുകൂടിയ നരിമട കാണാനോ? രണ്ടുപേരും പിടിച്ച കുഴപ്പമില്ല. ഞാൻ പോയില്ല. ഏയ് ഇത് കൊള്ളാലോ. ഇതാണ് സംഭവം. ഇതാ മട. ഓ അടിപൊളി കേട്ടോ. ഏയ് അച്ഛത് നോക്കൂ. കാണേണ്ട സ്ഥലം കേട്ടോ. ഇത് അസലും മടാ. അരിയുടെ എന്തിനൊക്കെ സ്മെല്ല് വരുന്നുണ്ടോ ജീവിയുടെ? നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടാ. ചാടും മതിക്ക് എന്തോ കൂടുതൽ പോലെ ഉണ്ട്. ചെറിയ സ്മെല്ല് കിട്ടുന്നുണ്ട്. കൊള്ളാട്ടോ ശരിക്കൊരു മടല. അത് ഉണ്ടാക്കിയ മട കണ്ടിട്ട് ഇതുണ്ടാക്കി. അതാ ഞാൻ പറഞ്ഞത്, ഇത് അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇത് ഉണ്ടാക്കിയതായിരിക്കും അച്ഛാ. നല്ലൊരു മട അല്ലേ? അടിപൊളി സ്ഥലം. ഇത് പണ്ടില്ലേ ഇവന്ന് വെറുതായിട്ടല്ലേ? ഉള്ളിക്ക് കൊറേ ഉണ്ടായിരുന്നു. പിന്നെ ഈ റബ്ബർ വെക്കാൻ സമയത്താണ് ഇത്. എന്താ നോക്കിയേ, ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കൊരു മട. അടിപൊളി. ഞാൻ ഈ പറഞ്ഞ ചെറിയ ഒരു പൊത്തിരിക്കുന്ന കരുത്. ഒരു മിനിറ്റ്. ഇത് ശരിക്കും മട തന്നെ കേട്ടോ. കണ്ട അതിലേക്കൊക്കെ പോടുണ്ട്. അങ്ങോട്ടേക്ക് ഒരു പോടുണ്ട് കച്ച. അങ്ങനെ ഇത് ആ ലാസ്റ്റിക്ക് പോടാ. ടോർച്ച് അടിച്ചാൽ കാണരുത്. ടോർച്ചില്ല നമ്മളത്. ടോർച്ചില്ല. ഗുഹ. ഹലോ ഗൈസ്, ഞാൻ നരിമടയിലല്ലേ. ആ നരിമട കണ്ട എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ഞാൻ. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. കാണാനൊരു ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു വണ്ടി കൃത്യം പോണൊരു വഴിയേ ഉള്ളൂ. അത് ഇറക്കം കൂടിയായിരുന്നു. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് കയറുമ്പോൾ വണ്ടി ഭയങ്കരമായിട്ട് സ്കിഡ് ആയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്. ഒന്നാമത് അവിടുത്തെ മണ്ണ് ഭയങ്കര സോഫ്റ്റും ലൂസുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ്. വണ്ടിയുടെ ടയറിന് കിടന്ന് തിരിഞ്ഞ് കളിക്കും. പക്ഷേ വണ്ടി ഓക്കെ കേട്ടോ. പുഷ്പം പോലെ അതിങ്ങനെ കയറി പോയി. നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് അത് കാണാൻ പറ്റും. ഫ്രണ്ട് ഇങ്ങോട്ട് എടുത്തിരിക്കാം. ബാക്ക് എടുക്കാം. ആ അന്നത്തെ ആ ഡ്രൈവിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അത്ര ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് അല്ലാത്ത ഒരു മിഡ് ലെവൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്ന് വേഴ്സ്റ്റ് കേസിൽ ഒന്നും കൂടി റിവേഴ്സ് എടുത്ത് ഒന്ന് കയറ്റണമെന്നേ ഉള്ളൂ. പക്ഷേ റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ടും നല്ല ടോർഗി എഞ്ചിൻ ആയതുകൊണ്ടും വണ്ടി ഈസി ആയിട്ട് സംഭവം കയറി പോകും. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. എനിക്കും ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ അടുത്തുള്ള വണ്ടി 4 വീലല്ല 2 വീലാണ്. എന്നാലും നമുക്ക് ഇങ്ങനത്തെ കൈ ലെവൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. എന്താ ഭംഗി. ഞാൻ പറഞ്ഞില്ലല്ലോ. എടുത്താം. എടുക്കും ഉറപ്പാ.
ഓക്കെ കമാൺ പൊളിക്ക്. തിരിച്ചു വരുന്ന സമയത്ത് ജോഷി ഉണ്ടോ വണ്ടി എടുത്ത്, അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നരിമടയൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ താഴെത്തി. പിന്നെ അന്ന് രാത്രി റിസപ്ഷൻ ഉണ്ടായിരുന്നു, നേരെ റിസപ്ഷന് പോവുക ചെയ്തത്. അതോടുകൂടി കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയി. പിന്നെ ബേറിലേക്ക് തിരിച്ചു വരാൻ ആകെ 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്യായിരുന്നു. പ്രത്യേകിച്ച് ജീപ്പിന് ഓയിലൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ അതുപോലെ ഫിൽറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാണ്ടായിരുന്നു. അപ്പോൾ നേരെ വർക്ക്ഷോപ്പിൽ പോയി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. എവിടെയാണ് അത് പോണേ? ഞാനത് എന്താ ഒരു വീട്ടിലെത്തുന്ന തെൽത്ത പോണല്ലേ? ഓയിൽ പറ്റിയില്ലേ? നമ്മൾക്കത് എത്ര പഴക്കണ കോയിലിനപ്പോ അല്ലേ? ഇതെന്താ സംഭവം പിടിപ്പിക്കണേ? ഡീസൽ ഫിൽറ്റർ. ഡീസൽ ഫിൽറ്ററാ? ഡീസൽ ഫിൽറ്റർ. അത് ഇത് ഓയിൽ ഫിൽറ്റർ അല്ലേ? പിന്നെ ഇതിനകത്ത് വരുന്നത് അത് എയർ ഫിൽറ്റർ. 3 ഫിൽറ്റർ. എയർ ഫിൽറ്റർ ഓയിൽ മുങ്ങിയിട്ടൊക്കെ അല്ലേ? ഓയിൽ മുങ്ങിയിട്ടൊക്കെ. ആ, ഇത് ഓയിൽ ഫിൽറ്റർ, അത് എയർ ഫിൽറ്റർ, അത് ഡീസൽ ഫിൽറ്റർ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റി. അപ്പം 2 ഉണ്ടല്ലോ. എന്തിന് 2 2 ഫിൽറ്റർ വരും ഡീസലിന്. ഡീസലിൽ വെള്ളം ഉണ്ടാവും. അതിനെ മുറുക ഡീസലിൽ വെള്ളം അടിച്ച് നല്ല അങ്ങനെ ജീപ്പിൻ്റെ ഓയിൽ ഫിൽറ്ററും ഡീസൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും ഒക്കെ മാറ്റിയിട്ടോ. എൻജിൻ ഓയിലും ചേഞ്ച് ചെയ്തു. ജീപ്പിൻ്റെ ടെസ്റ്റ് തെറ്റി കിടക്കുകയാണ്, അടുത്ത മാസം ടെസ്റ്റ് എടുക്കാൻ വെച്ചിട്ടാണ്. പിന്നെ 4 വീലർ ഡ്രൈവ് നമ്മൾ വണ്ടിക്ക് കയറ്റിയത് അട്ട ഫ്ലോപ്പായി പോയി. ഒരാൾ വിശ്വസിച്ച് വണ്ടി പണിഞ്ഞു. അയാൾ ഒരുമാതിരി കൂറ സാധനം വെച്ചാണ് വണ്ടി ചെയ്തത്. അറൗണ്ട് 55,000 സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ 4 വീലർ ഡ്രൈവ് ചെയ്തത്. എന്നിട്ട് ഒരു പ്രാവശ്യം പോലും എനിക്ക് മര്യാദയ്ക്ക് ഒരു ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നല്ല രീതിയിൽ ചെയ്തു തരിക, അല്ലെങ്കിൽ പണിക്ക് നിൽക്കാണ്ടിരിക്കുക. പിന്നെ പണ്ട് ഞാനൊരു ജിപ്സി ഓടിച്ചിരുന്നു. അതായിരുന്നു എൻ്റെ ലൈഫിലെ ആദ്യത്തെ വണ്ടി. അപ്പോൾ എൻ്റെ കോളേജിൽ പഠിച്ച ഒരു പയ്യനായിരുന്നു ഈ ബിസിനസ് ചെയ്യണം. അപ്പോൾ അവനെ വിശ്വസിച്ചിട്ട് ഞാൻ ഫുൾ പൈസ അയച്ചു കൊടുത്തു. ഞാൻ പിന്നെ നാട്ടിൽ വന്ന് നോക്കുമ്പോൾ ഒരു തുരുമ്പിടപ്പ ഒന്നുമില്ല അതിനകത്ത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ ചിലപ്പോൾ കുണ്ടിച്ചാടും. നമ്മൾ ഫ്രണ്ട്സാണെന്ന് കരുതിയിട്ട് നമ്മൾ പിന്നെ ബാക്കിയൊന്നും ആലോചിക്കില്ലല്ലോ. അതേപോലെ ഒരു കേസാണിത്. എന്തായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യണത് അതിപ്പോൾ ഈ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ വെച്ചിട്ടാണ് വണ്ടിയുടെ. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ സ്റ്റോറി ഞാൻ എൻ്റെ ഈ വ്ളോഗിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. എന്നെപ്പോലെ തന്നെ നാട്ടിലില്ലാത്ത ആൾക്കാർക്ക് ഇതുപോലൊരു പണി പറ്റരുത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ചീറ്റ് ചെയ്യപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ വ്ളോഗിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യണം. ബൊലേറോന് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും ഉണ്ട് വരിക. ബ്രേക്ക് പാഡ് ഓൾമോസ്റ്റ് ആവാറായി ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക് പാഡൊക്കെ മാറ്റി. പിന്നെ ഡ്രമ്മും ഒന്ന് അഴിച്ച് അതിൻ്റെ സിലിണ്ടറും കാര്യമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. പിന്നെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ജീപ്പിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റിയിട്ട് വണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ആവശ്യത്തിന് വേണ്ടി ടൗണിൽ പോയപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ എന്തോ ലക്കിലി ഞാൻ ആ മിററിൽ കണ്ടു, ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് വർക്ക്ഷോപ്പ് അടുത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ തന്നെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ഒരു സീല് വരില്ലേ റബ്ബറിൽ, അത് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ഫ്ലോ ആയി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഇത് അറിയാണ്ട് പോയിട്ടോ. അപ്പോൾ ഓൾവേസ് മേക്ക് ഷുവർ ചെയ്യുക ചെറിയ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ പോയിട്ട് എല്ലാം സെറ്റ് അല്ലേ എന്നുള്ളത്. അതിനിപ്പോൾ ഇട്ട കംപ്ലയിൻ്റ് ആണെങ്കിലും മറ്റേതിൻ്റെ റബ്ബറിൻ്റെ പ്രശ്നമാണെങ്കിലും വണ്ടി പോയാൽ നമ്മുടെ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ലോങ്ങിലേക്കൊക്കെ പോവുക. എനിക്കുണ്ടായ അനുഭവം നിങ്ങളുടെ ഞാൻ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ സൈലൻസറിൽ വരുന്ന ഫിൽറ്റർ ഉണ്ടല്ലോ, അതിനൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ വിസിൽ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെൽഡ് ചെയ്ത് നോക്കി, പക്ഷേ അതിലൊന്നും കാര്യമില്ല കേട്ടോ. അത് സക്സസ് ആയില്ല. അത് മാറ്റിനെ വേണം.
ഷോർട്ട് വെക്കേഷൻ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വരുന്നേക്കും പിന്നെ വണ്ടികളെല്ലാം പറ്റുന്ന പോലൊക്കെ സർവീസ് ചെയ്യണം. ലൈക്ക് ബ്രേക്ക് പാഡ്, റോട്ടർ, പിന്നെ അതുപോലെ തന്നെ ഓയിൽ, ജീപ്പിൻ്റെ കുറേ ഓയിൽ മാറ്റിയിട്ട്. അപ്പോൾ എന്തായാലും ജീപ്പ് ഓടിക്കാനൊന്നും പറ്റിയില്ല. എന്തായാലും അങ്ങനെ നിർത്തിപ്പോകാനൊരു സങ്കടം. അതുകൊണ്ട് ഓയിൽ മാറ്റി, പിന്നെ ഓയിൽ ഫിൽറ്റർ മാറ്റി, ഡീസൽ ഫിൽറ്റർ മാറ്റി, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. വണ്ടി ഉണ്ടല്ലേ. 5 ദിവസത്തെ ലീവിന് വന്നിട്ട് ഞാൻ നാളെ രാവിലെ പോവാം കേട്ടോ. വണ്ടി കഴുകിയിട്ടില്ല, ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. എന്തോ ഭയങ്കര ഒരു വിഷമം ഇതിനെ വിട്ടിട്ട് പോകാൻ. എന്നെപ്പോലെ എത്ര പേരുണ്ട് ഈ ഗ്രൂപ്പിൽ അല്ലേ. നമ്മുടെ ഈ ഫീലിങ്സ് ഒന്നും മറ്റൊരു പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇമോഷണൽ കാര്യങ്ങളൊക്കെ എത്ര കണ്ടാലും മതിയാവില്ല, എത്ര ഓടിച്ചാലും മതിയാവില്ല. എന്താണോ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ റോഡും ഈ വണ്ടിയുടെ സൗണ്ടും ഇതിൻ്റെ ആ ആട്ടവും കുലുക്കമൊക്കെ ഉണ്ടല്ലോ. ഒരു മുത്തന്നെ കേട്ടോ ബൊലേറോ, ഒരു സംശയമില്ല. അങ്ങനെ ഫൈനലി മെക്കാനിക്കൽ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വാട്ടർ സർവീസ് ചെയ്ത് വണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടു. നാട്ടിൽ വെക്കേഷൻ ഒന്ന് പോകുമ്പോൾ ലാസ്റ്റ് ഡേ ഏറ്റവും സങ്കടം നമ്മുടെ വീടും വീട്ടുകാരെയും മിസ് ചെയ്യുന്നതും, പിന്നെ അതേപോലെ തന്നെ സങ്കടം കേട്ടോ നമ്മുടെ വണ്ടി നിർത്തി പോകാന്ന് പറയുമ്പോൾ ഉള്ള സങ്കടം ഉണ്ടല്ലോ. ഫുള്ള് സർവീസൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി ഇതുവരെ പൊടി പിടിച്ചിറക്കായിരുന്നു. അപ്പോൾ വാ, ഇതുവരെ പൊടി പിടിച്ചിറക്കായിരുന്നു. പതുക്കെ അയ്യോ എന്തിനാ ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി കൊണ്ടുവന്ന് ഇട്ടു. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞു ഞാൻ തിരിച്ചു പോരുന്നുണ്ടോ. അപ്പോൾ ഇപ്രാവശ്യം പോരുമ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, എന്തായാലും ബഹ്റിനിലൊരു ചെറിയൊരു വണ്ടി, 4 വീൽ ഡ്രൈവ് വണ്ടി എടുക്കണം. ഇതേപോലെ തന്നെ കുറേ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകണം എന്നുള്ളത്. എന്തായാലും ഞാൻ എടുക്കാൻ പോണ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഒരു പാഷനാണ്. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഇത് അച്ചീവ് ചെയ്യണം. കുറേ പേര് മുന്നേ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും, കുറേ പേര് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു രസമാണ്. അത് നിങ്ങളെ ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രം. മറ്റേ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ ഇനി കിളികൾ അങ്ങ് ഫയൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൊലേറോ പണിയിലാണ്. നിലമ്പൂരിലെ വിഷ്ണുവിൻ്റെ അടുത്ത് തന്നെയാണ്. വണ്ടിയുടെ പണി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ വെച്ചിട്ടാണ്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്ത വീഡിയോ എന്തായാലും അതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മീ ഗൈസ്.